അദ്ധ്യായം 23 അൽ മുഅ്മിനൂൻ മക്കയിൽ അവതരിച്ചത് 1 മുതൽ 11 കൂടിയുള്ള സൂക്തങ്ങളിൽ സത്യവിശ്വാസികളുടെ സവിശേഷതകൾ വിവരിച്ചിട്ടുള്ളതാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകാൻ കാരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة نصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് നൽകുകയാണ്. സത്യദീനിന്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുവാനും സജ്ജനങ്ങളുടെ കൂടെ സ്വർഗീയ സഹവാസം ലഭ്യമാകുവാനും സർവശക്തനായ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യർക്ക് തമ്മിൽ ഓരോരുത്തരുടെയും മനസ്സുകളിലുള്ള ആശയങ്ങളെ, വികാരങ്ങളെ പരസ്പരം പങ്കുവെക്കുവാനും അവതരിപ്പിക്കുവാനും കൈമാറുവാനുമൊക്കെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് മനുഷ്യന്റെ സംസാര ശേഷി, അതല്ലെങ്കിൽ അവന്റെ നാവ് എന്ന അവയവം. ആ അനുഗ്രഹം ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വലിയ മഹാന്മാരായി മാറുകയും ആ അനുഗ്രഹത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഏറ്റവും അധമന്മാരുടെ ഗണത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും നന്നായി ആലോചിച്ചാൽ, ചിന്തിച്ചാൽ ഗ്രഹിക്കുവാൻ സാധ്യമാകുന്ന യാഥാർത്ഥ്യമാണ്. അല്ലാഹു തന്നെ ഏൽപ്പിച്ച അമാനത്താണ് തന്റെ ശരീരം. ആ ശരീരത്തിന്റെ ഓരോ പാർട്സുകളും, അതിന്റെ ഓരോ ഭാഗങ്ങളും അനുഗ്രഹങ്ങളാണ്. ഓരോന്നിനെ സംബന്ധിച്ചും പ്രത്യേകം നാളെ മഹ്ശറിൽ അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ള നാം എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്.
ഞാൻ നിന്നെ ഏൽപ്പിച്ച ഇന്ന സാധനം, ഇന്ന വസ്തു എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന ചോദ്യം അവിടെയുണ്ട്. അള്ളാഹു നൽകിയ ആയുസ്സിനെപ്പറ്റി ചോദ്യമുള്ളതുപോലെ, അള്ളാഹു നൽകിയ ആരോഗ്യത്തെപ്പറ്റി ചോദ്യമുള്ളതുപോലെ, അള്ളാഹു നൽകിയ ഓരോ അമാനത്തുകളെപ്പറ്റിയും ചോദ്യമുണ്ട്. വളരെ കണിശമായി ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടുന്നവർക്കേ അവിടെ സൗഭാഗ്യത്തിന്റെ കവാടങ്ങൾ മലർക്കേ തുറക്കപ്പെടുകയുള്ളൂ. അതല്ലാത്തവർ നിത്യദുരിതത്തിന്റെ അഗാധമായ ഗർത്തമായ നരകത്തിയിൽ ആപതിക്കുമെന്ന് ഇസ്ലാമികമായ പ്രമാണങ്ങൾ കണിശമായി മാനവ സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അവന് നാം ഇരു കണ്ണുകൾ നൽകിയില്ലയോ, വലിസാനൻ നാവ് നൽകിയില്ലയോ, വശഫതൈനി ചുണ്ടിണകളെയും നൽകിയില്ലയോ. ഒരു ജോഡി കണ്ണുകൾ, അതുപോലെ തന്നെ ചുണ്ടിണകൾ, അതിന്റെ അകത്ത് ഭദ്രമായി ഫിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലില്ലാത്ത അവയവമായ നാക്ക്, ഇത് മനുഷ്യൻ അല്ലാഹു നൽകിയില്ലയോ എന്ന് ചോദിക്കുന്നത് എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന ഉത്തരം പറയാൻ മാത്രമല്ല, ഞാൻ തന്നതാണ് കേട്ടോ നിന്റെ ഇരു കണ്ണുകളും, ഞാൻ നൽകിയതാണ് നിന്റെ നാവ്, ഞാൻ നൽകിയതാണ് നിന്റെ ചുണ്ടിണകൾ. ഇത് ശരിക്കും ബോധത്തോടെ നീ ജീവിക്കാവൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവയൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈമാനുള്ള മനുഷ്യന്മാര് വളരെ കണിശത പുലർത്തേണ്ടതുണ്ട്. പരലോകബോധമുള്ളവർ കണിശത പുലർത്തേണ്ടതുണ്ട്. അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പരലോകത്തിൽ ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവരോടാണ് അല്ലാഹു പറയുന്നത്, അല്ലാഹുവിന് ഭയമുണ്ടോ, പരലോകമുണ്ടെന്ന ധാരണയുണ്ടോ, ബോധമുണ്ടോ, വിശ്വാസമുണ്ടോ എങ്കിൽ പറയുമ്പോൾ ഫൽയഖുൽ ഖൈറാ, ഖൈർ മാത്രമേ പറയാവൂ, നല്ലത് മാത്രമേ പറയാവൂ. ഒന്നും നിനക്ക് പറയാനില്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി നീ പലതും പറയണ്ട, പലയിടത്തേക്കും നിന്റെ നാവിനെ കയറൂരി വിടണ്ട. ലിയസ്മുത്ത്, നീ മിണ്ടാതിരുന്നോളണേ, മൗനം പാലിച്ചോളണേ. അതാണ് നിനക്ക് പരലോകത്തേക്ക് ഖൈറെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു നൽകിയ ഈ ഏറ്റവും വലിയ ഈ അനുഗ്രഹത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടത്, അതാ എന്റെ ഓരോ വാക്കുകളും അവിടെ കണിശമായി രേഖപ്പെടുത്തപ്പെടുകയാണ്, ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇന്നെന്തൊക്കെ ഞാൻ സംസാരിച്ചു എന്ന് ദുർബലനായി ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിലും, ഇന്നലെ ഞാൻ എന്തൊക്കെ എന്റെ നാക്ക് കൊണ്ട് പറഞ്ഞു എന്ന് ദുർബലനായി ഞാൻ മറന്നുപോയേക്കാം. പക്ഷേ പരമകാരുണികനായ റബ്ബിന്റെ കൃത്യമായ നിലക്കത് രേഖപ്പെടുത്തപ്പെടുന്ന ആ ഏറ്റവും വലിയ കഴിവുകൾ നൽകപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കും ഒരാളും ഉരിയാടുന്നില്ല. ലഫള എന്ന് പറഞ്ഞാൽ ഉച്ചരിച്ചു, ഉരിയാടി എന്നാണ് അർത്ഥം. അതിന്റെ മുദാരിയായ പ്രയോഗമാണ് യൽഫിളു. മാ യൽഫിളു മിൻ ഖൗലിൻ, ഒരു വാക്കും ഒരാളും ഉരിയാടുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അത് രേഖപ്പെടുത്താൻ കണിശമായ റഖീബ്, അതീദ് ഉണ്ടായിട്ടല്ലാതെ. ഇത് വളരെ കണിശമായി റബ്ബുൽ ആലമീൻ നമ്മോട് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, അതുപോലെ നാവാണ് നരകത്തിലേക്ക് എത്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിശദീകരിക്കുന്നു. അതാ അവിടുന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. എന്താണ് പറഞ്ഞത്? ഇന്നൽ അബ്ദ, ഒരടിമയതാലേ തകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹി അസ്സ വജല്ല,
അള്ളാഹ്ക്ക് പൊരുത്തമുള്ള ഒരു വാക്കതാ ഒരാൾ പറയുന്നു. അതൊരു പക്ഷേ ദിക്റുകളാവാം, അതൊരു പക്ഷേ തസ്ബീഹുകളാവാം, തഹ്ലീലുകളാവാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരുള്ള സ്വലാത്താവാം, അതല്ലെങ്കിൽ ഒരാളെ നല്ലൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കലാവാം, അതല്ലെങ്കിൽ സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കലാവാം, ദുരാചാരത്തെ വിരോധിക്കലാവാം. ഏത് വാക്കാണെങ്കിലും റബ്ബിന് പൊരുത്തമുള്ള വാക്കാണോ അതൊരാൾ ഉച്ചരിക്കുകയാണെങ്കിൽ പലപ്പോഴും ലാ യുൽഖീലഹാ ബാലാ, അവനത് അത്ര ഗൗരവമാണോ, അതത്രയെങ്കിൽ അത്രയും പുണ്യകർമ്മമാണെന്നും ഒരുപക്ഷേ ഈ പറയുന്നവൻ വിചാരിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ യർഫഉഹുല്ലാഹു ബിഹാ ദറജാത്ത്, അത് മുഖേന റബ്ബവനേതാ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഉന്നതമായ പദവികളിലേക്ക് നമ്മെ ഉയർത്തുന്നത് പടച്ച റബ്ബിന് പൊരുത്തമുള്ള നമ്മുടെ ഒരു വാക്കാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നേർവശവും പറയുകയാണ്. ഇന്നൽ അബ്ദല യതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാഹി, റബ്ബിന് കോപമുണ്ടാക്കുന്ന, റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കതാ ഒരാൾ ഉച്ചരിക്കുക തന്നെ ചെയ്യുമ്പോഴും പലപ്പോഴും അവനാ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. നിസ്സാരമായിട്ടാണ് അവൻ കാണുന്നത് ഓരോ വാക്കുകളും. ലാ യുൽഖീലഹാ ബാലാ, അവനതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. ഗൗരവം ആലോചിക്കാതെ എന്തൊക്കെയോ അവൻ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരൊറ്റ പദം മതി, യഹ്വീ ബിഹാ, അത് മുഖേന ആ മനുഷ്യനതാ പതിച്ചു പോവുകയാണ് ഫീ ജഹന്നം. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കഠിന കഠോരമായ ജഹന്നമിലേക്ക് അവൻ വീഴുകയാണ്. അതുകൊണ്ട് മനുഷ്യ നീ ചിന്തിച്ചോളണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരിക്കൽ അവിടുന്ന് സഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, വളരെ സൂക്ഷിച്ചോളണം മുആദേ, നാവ് ഉപയോഗപ്പെടുത്തുമ്പോൾ നന്നായി ശ്രദ്ധിച്ചോളണം. ഇതങ്ങ് കേട്ടപ്പോ മുആദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ പറയുന്ന വാക്കുകളെ കൊണ്ട് ഞങ്ങൾ പിടികൂടപ്പെടുമോ നബിയേ, അതുകൊണ്ടും ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്തൊരു ചോദ്യമാ മുആദേ ഈ ചോദിച്ചത്, നിനക്കറിയാമോ യാ മുആദ്, ഓ മുആദേ, വഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, റവാഹു തിർമിദി റഹിമഹുല്ലാഹ്. എന്താണ് ഈ പറയുന്നത്? മുആദേ, ജനങ്ങളെ അതാ നരകത്തിലേക്ക് അവരുടെ മുഖം കുത്തി വീഴാൻ കാരണമാകുന്നത്, അതല്ലെങ്കിൽ അവർ നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്നത്, ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുത്ത വിളവുകൾ മുഖേനയല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? നാവ് കൊയ്തെടുത്ത വിളവുകൾ മുഖേനയല്ലാതെ എന്ത് കാരണം കൊണ്ടാണ് പിന്നെ മനുഷ്യൻ നരകത്തിയിലേക്ക് മൂക്കുകുത്തി വീഴേണ്ടി വരുന്നത്? വളരെ ഗൗരവത്തോടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ചോദ്യം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ അവയവം അത് സ്വർഗത്തിലേക്കെത്താൻ, ശരീരം മുഴുവനും സ്വർഗത്തിലെത്താൻ കാരണമാകുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു നാവാണ്. നരകത്തിലേക്ക് വിറകായി തീരാൻ കാരണമാകുന്നത് ഈ ഒരു നാവാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അസ്ബഹ ഇബ്നു ആദമ ഫഇന്നൽ അഅദാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, അതാ ഓരോ പ്രഭാതം പുലർന്നു കഴിഞ്ഞാലും, ഓരോ ദിവസവും അതാ പ്രഭാതത്തിലെത്തിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ മറ്റവയവങ്ങൾ മുഴുവനും നാവിനോട് വളരെ വിനയത്തോടുകൂടി ഒരു കാര്യം അപേക്ഷിക്കുന്നുണ്ട്. നാവിനോട് ശരീരത്തിന്റെ മറ്റവയവങ്ങളൊക്കെ വിനയപൂർവം ഒരു കാര്യം എല്ലാ പ്രഭാതത്തിലും ആവശ്യപ്പെടുന്നു. എന്താണ് നാവിനോട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് വിനയത്തോടെ പറയുന്ന കാര്യം? എന്താ പറയുന്നത്? ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹനെ സൂക്ഷിക്കണേ, അല്ലാഹനെ സൂക്ഷിക്കണേ നാവേ ഞങ്ങളുടെ കാര്യത്തിൽ. കാരണം ഫഇനിസ്തഖംത ഇസ്തഖംനാ, നീ നന്നായാൽ ഞങ്ങളും നന്നായി. നീ നേരെ ചൊവ്വേ നിലകൊണ്ടാൽ ഞങ്ങൾക്കും നേരെ ചൊവ്വേ നിലനിൽക്കാൻ സാധിക്കും. ഇനി മറിച്ച് നീ എങ്ങാനും വഴിതെറ്റിപ്പോയാൽ, നീ എങ്ങാനും വക്രതയുള്ള സ്വഭാവത്തിലെത്തിയാൽ, നീ എങ്ങാനും റൂട്ട് തെറ്റിപ്പോയാൽ, ഞങ്ങളും അതേ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് സർവ്വ പ്രഭാതത്തിലും നാവിനോട് മറ്റവയവങ്ങൾ കേണപേക്ഷിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അതാ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നാവ്.
ഇത് ഉപയോഗപ്പെടുത്തുമ്പോ ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു യാഥാർത്ഥ്യമായിട്ടാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അവൻ എപ്പോഴും അവൻ ചിന്തിക്കണം, ഓരോ വാക്കുകളും പറയുമ്പോൾ അവൻ ആലോചിക്കണം, തന്റെ രക്ഷയുടെ മാർഗം ഇതിൽ കുടിക്കൊള്ളുകയാണ്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. മഹാനവറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാതു യാ റസൂലല്ലാഹ്, രക്ഷപ്പെടണം നബിയെ, എനിക്ക് നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണം, രക്ഷയുടെ മാർഗമൊന്ന് എനിക്ക് വിവരിച്ചു തരൂ പ്രവാചകരെ. ആ ശിഷ്യന്റെ ചോദ്യത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒറ്റ വാക്കിലുള്ള മറുപടി, അംസിക് അലൈക ലിസാനക്, അംസിക് അലൈക ലിസാനക്, നാവിനെ പിടിച്ചു നിന്നോളണം. നിന്റെ നാവിനെ നീ നിനക്ക് അനുകൂലമായി പിടിച്ചു നിർത്തിക്കൊള്ളണം. കടിഞ്ഞാണില്ലാതെ കയറൂരി വിടരുത്, എന്തും പറയരുത്. പറയുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം. പറഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ, അതിനെക്കുറിച്ചുള്ള ആലോചന വേണം. അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരെ വിമർശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ, ഇസ്ലാം നന്നാകുന്നതിന്റെ ഗുണത്തിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കൽ. മുഅ്മിനുകളുടെ ഗുണഗണങ്ങൾ അതേ പേരുള്ള ഒരു അധ്യായത്തിന്റെ പ്രാഥമിക ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്നവർ തിരിഞ്ഞു കളഞ്ഞു നടന്നു പോകുന്നവരാണ്. അനാവശ്യങ്ങളിൽ അവർ സംസാരിക്കുകയില്ല. എന്റെ നാവ് എവിടെയും ഇങ്ങനെ വയർ വീശുവാനുള്ളതല്ല, ആരെയും നോവിക്കുവാനുള്ളതല്ല. അൽ മുസ്ലിമു, യഥാർത്ഥ മുസൽമാനാകണോ, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റുള്ള മുസ്ലിമീങ്ങൾ ഇവന്റെ നാവിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടണം, ഇവന്റെ കൈ കൊണ്ടുള്ള ശർറിൽ നിന്ന് രക്ഷപ്പെടണം. അഥവാ നാവ് കൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ ഒരാളെയും നാം ദ്രോഹിച്ചുകൂടാ. ഇതാണ് യഥാർത്ഥ മുസ്ലിമായി തീരണമെങ്കിലുള്ള മാർഗം. മറിച്ച് അതിന് വിരുദ്ധമായി കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുക, ഗീബത്തുകൾ പറയുക, പരദൂഷണങ്ങളും അതുപോലെ തന്നെ ഏഷണി കൂട്ടുക, അതുപോലെ തന്നെ കള്ളം പറയുക, കളവുകൾ കെട്ടിച്ചമക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖേന എത്രയെത്ര ദമ്പതികളാണ് ത്വലാഖിലേക്ക് അവരുടെ ജീവിതം എത്തിപ്പോയത്. ഒരു നിലക്കും ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ എത്രയോ നല്ല കുടുംബങ്ങൾ തമ്മിലടിക്കേണ്ടി വന്നിട്ടുണ്ട്, അയൽബന്ധം തകരേണ്ടി വന്നിട്ടുണ്ട്, രക്തബന്ധങ്ങളിൽ വിള്ളലുണ്ടായിട്ടുണ്ട്, സാമൂഹ്യ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. അതേ, ഒന്നിച്ചു നിൽക്കേണ്ടവർ പരസ്പരം ഭിന്നിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെയും എന്താണ്? നാവിന്റെ ദുരുപയോഗമാണ്. അതുകൊണ്ട് വളരെയേറെ സൂക്ഷിച്ചോളണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. നരകത്തിയിൽ പോയി വീഴാൻ കാരണമാകുന്ന നിലയ്ക്ക് നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തിക്കൂടാ. അത് ദിക്റുകൾ കൊണ്ട് സജ്ജമാക്കുക. അതെപ്പോഴും സജീവമാക്കേണ്ടത് ദിക്റുകൾ കൊണ്ടാണ്. അല്ലാഹുവിനെ ഓർക്കലാണ് ദിക്ർ. അല്ലാഹനെ ഓർക്കുക എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും പറയാതെ നാവിനെ അടക്കി വെക്കുമ്പോൾ അത് അല്ലാഹനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടല്ലേ ആ ചെയ്തത്. അല്ലാഹന്റെ മഹത്വം ഓർമ്മ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞത് അല്ലാഹനെ പറ്റി ഓർത്ത ദിക്റാണ്. റബ്ബെനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് കയ്യും കണക്കുമില്ലല്ലോ, പക്ഷേ അതിനൊന്നും ശുക്ർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ. ഒരുപാട് അബദ്ധങ്ങൾ വന്നുപോയല്ല നാഥ, അസ്തഗ്ഫിറുല്ലാഹ്, അതും ദിക്റാണ്, അതും അല്ലാഹുവിനോടുള്ള തേട്ടമാണ്. ഇങ്ങനെ നാവുകൊണ്ട് എന്തെല്ലാം നല്ലത് ചെയ്യാൻ കഴിയുമോ അതിലേക്ക് മാത്രം ശ്രദ്ധകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ നാവിനെ ഒരിക്കലും ദുരുപയോഗപ്പെടുത്താതെ പിടിച്ചു വെച്ചാൽ നമുക്ക് നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ സൗഭാഗ്യത്തിന്റെ കവാടം തുറക്കപ്പെടും. അതല്ലെങ്കിൽ മൂക്കുകുത്തി മുഖം കുത്തി നരകത്തിയിലേക്കാണ് വീഴ്ത്തപ്പെടുക. റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ അവയവത്തെ ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്തുക. ഒരാളുടെയും
ആ നിലക്കുള്ള അഭംഗികളെ അതല്ലെങ്കിൽ പോരായ്മകളെ ചികഞ്ഞു നോക്കാൻ ഒരിക്കലും ഈ നാവിനെ ഉപയോഗപ്പെടുത്താതിരിക്കുക. ആവശ്യമുള്ളതിൽ മാത്രം ഏർപ്പെടുക. ഗ്രൂപ്പിസത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുപാട് ആളുകളതാ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഈ അവയവത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഹറാമുകൾ പറയാൻ പ്രചരിപ്പിക്കാൻ. അതൊരു പ്രത്യേകമായ ഒരവസ്ഥാവിശേഷം മനുഷ്യരിൽ വന്നു ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് വേളകളാണെങ്കിൽ പലർക്കും ഒരു ധാരണയുണ്ട്, ഇപ്പോൾ ഗീബത്ത് നമീമത്ത് പ്രശ്നങ്ങൾക്കൊന്നും ഒരു വിഷയമല്ല, ഇത് തെരഞ്ഞെടുപ്പിന്റെ ഗോതയാണ്, ഇവിടെ എതിരാളിയെ അടിച്ചമർത്തലാണ് ഉദ്ദേശം, അതിനെന്ത് കളവുകളും പ്രചരിപ്പിക്കാം, 4 വോട്ട് കൈക്കലാക്കാൻ ആരുടെ അഭിമാനത്തിന് എന്ത് ക്ഷതവും വരുത്താം. അങ്ങനെ ചിന്തിച്ചുകൂടാ. ഈ നാവാണ് നമ്മുടെ രക്ഷ, ഈ നാവാണ് നമ്മുടെ ശിക്ഷ. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ ആലോചിച്ച് ഉപയോഗപ്പെടുത്തുക. സർവശക്തനായ നാഥന്റെ ഉദ്യോഗസ്ഥന്മാർ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. കണക്ക് നോക്കേണ്ടി വരും, പറയേണ്ടി വരും. ആ ബോധത്തോടെ മാത്രം സംസാരിച്ചു കൊള്ളുക. സർവശക്തനായ നാഥൻ ആ ഈമാനിക ബോധത്തിൽ അധിഷ്ഠിതമായ നിലക്ക് ഈ മഹാ അനുഗ്രഹത്തെ ദുരുപയോഗം ചെയ്യാതെ ഉപയോഗപ്പെടുത്തുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റബ്ബ് നമുക്ക് നൽകിയ അപാരമായ സംസാരശേഷി നാവ് എന്ന അനുഗ്രഹത്തിന്റെ മേന്മയും പ്രാധാന്യവും മഹത്വവുമാണ് ഒരല്പനേരം നമ്മളെല്ലാവരും ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയരുത്, അവഹേളിക്കരുത്, അപമാനിക്കരുത്, പോരായ്മകൾ എടുത്തു കാണിക്കരുത്. ഇത് സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതേ സന്ദർഭത്തിൽ നാം വളരെയേറെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരവും അതുപോലെ തന്നെ പ്രസിദ്ധിയുമൊക്കെ ഉണ്ടാകുന്ന ചില വാക്കുകളുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് സമൂഹത്തിൽ വളരെയേറെ ചലനങ്ങൾ ഉണ്ടാക്കും. ചില ആളുകൾ വല്ലതും എഴുതിവിട്ടാൽ അത് സമൂഹത്തിൽ വളരെയേറെ സ്വാധീനിക്കും. അതൊരു സാധാരണക്കാരന്റെ സംസാരം പോലെയോ ഒരു സാധാരണക്കാരന്റെ മറ്റുള്ള ഒരു വാക്ക് പോലെയോ ആവില്ല. വലിയ സ്വാധീനമുണ്ടാക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അവരുടെ വാക്കുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം തന്റെ വാക്കുകൾ ലോകം മുഴുവൻ ശ്രവിക്കുകയാണ്, തന്റെ ലേഖനം ലോകം മുഴുവൻ വായിക്കുകയാണ്. അതുകൊണ്ട് താൻ പറയുന്നതിൽ വലിയ കണിശതയും കൃത്യതയും ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്കുണ്ടായിരിക്കണം. ആ രംഗത്ത് ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ അത്തരക്കാരുടെ വാക്കുകൾ സമൂഹത്തെ ശിർക്കിലേക്കും വിദഅത്തിലേക്കും നയിക്കുന്നു എന്ന് കണ്ടാൽ അത്തരത്തിലുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അവരുടെ പോരായ്മകളും അവരുടെ അന്ധവിശ്വാസങ്ങളും അവരുടെ വഴികേടുകളും സമൂഹത്തിന്റെ മുമ്പാകെ തുറന്നു പറയാൻ സത്യവിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഗീബത്താവില്ല. ശരിക്കും മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. ഇസ്ലാമികമായി ഇസ്ലാമിന് ശത്രുതാപരമായ നിലക്ക് ആദർശ പ്രബോധനങ്ങളിൽ മായം ചേർത്തുകൊണ്ട് തൗഹീദ് പഠിപ്പിക്കേണ്ടതിന് പകരം ശിർക്കിലേക്ക്, വലാലത്തിലേക്ക്, വിദഅത്തിലേക്ക് നയിക്കുന്ന ആളുകൾ, പ്രഭാഷകന്മാർ, ലേഖകന്മാർ, അത്തരത്തിലുള്ള നേതാക്കന്മാർ ഈ സമൂഹം അവരുടെ വാക്കുകളിൽ പെട്ടുപോകാതിരിക്കാൻ, അവരുടെ ലേഖനങ്ങളിൽ പെട്ട് വഞ്ചിതരാവാതിരിക്കാൻ, ശിർക്കിലേക്ക്, വിദഅത്തിലേക്ക്, വഴികേടിലേക്ക് ഈ ആളുകളുടെ സംസാരം മുഖേന ആളുകൾ ഒഴുകിപ്പോകാതിരിക്കാൻ അവരെ പിടിച്ചു നിർത്തേണ്ട ആവശ്യപ്രകാരം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, പടച്ച റബ്ബിന്റെ ദീനിന്റെ മേന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ആ വ്യക്തികളുടെ പോരായ്മകൾ സമൂഹത്തിന്റെ മുമ്പാകെ എടുത്തു പറയുന്നത് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. ഗൗരവത്തോടെ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ആരെങ്കിലും പറയുന്നത് കൊണ്ട് അണ്ണാക്ക് തൊടാതെ സ്വീകരിക്കാൻ ബാധ്യസ്ഥനല്ല മുസ്ലിം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, എന്ന ആമുഖത്തോടെ ആരെങ്കിലും എന്തെങ്കിലും സമൂഹത്തിലേക്ക് അടിച്ചുവിട്ടാൽ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല മുസ്ലിം. മറിച്ച് ആ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ നാളിതുവരെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ആ മാനദണ്ഡങ്ങൾ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യമായി കേട്ട സ്വഹാബിയെക്കുറിച്ച് ഒരു പരിശോധനയും ആവശ്യമില്ല. കാരണം എല്ലാ സ്വഹാബത്തും നീതിമാന്മാരാണ്. എല്ലാ സ്വഹാബത്തും നീതിമാന്മാരാണ്. അവരെക്കുറിച്ച് പരിശോധന വേണ്ട. അതേ അവസരത്തിൽ ആ സ്വഹാബിയിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു, ഇങ്ങനെയുള്ള ആ പരമ്പരയിൽ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന സനദ് വേണം. ആ സനദ് കിട്ടിയാലും പോരാ, സനദിലുള്ള ഓരോ വ്യക്തികളെ കുറിച്ചും കണിശമായ പരിശോധന നടത്തണം. ഇയാൾ ഏത് കൊല്ലക്കാലത്ത് ജനിച്ചു, എന്ന് മരിച്ചു, ആരൊക്കെയാണ് അധ്യാപകന്മാർ, എവിടെയൊക്കെയാണ് പഠിച്ചത്, എന്താണ് ഇയാളുടെ ആദർശം, എന്താണ് ഇയാളുടെ സ്വഭാവ മൂല്യങ്ങൾ, കണിശമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നിട്ട് മോശക്കാരാണ് ആ ഹദീസിന്റെ പരമ്പരയിലുള്ളതെങ്കിൽ ആ ഹദീസ് മർദൂദുൻ, തള്ളപ്പെടേണ്ടതാണ്, സ്വീകരിക്കപ്പെടൂല. ആ സന്ദർഭത്തിൽ പണ്ഡിതന്മാരെന്തു പറയും? ഈ ആളുകളുടെ ഹദീസിൽ വഞ്ചിതരാവരുത് എന്ന നിലയ്ക്ക് ഈ ഹദീസിന്റെ സനദിലുള്ള ഇന്ന വ്യക്തി കദ്ദാബുന്നയാള് പെരും നുണയനാണ്, പെട്ടുപോകരുത് എന്ന് പറയും. ദജ്ജാലുന്നയാള് വലിയ മോശക്കാരനാണ്, അതേപോലെ തന്നെ മുബ്തദിഉന്നയാള് പുത്തൻവാദിയാണ്, അയാള് മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയും. വകാന യശ്റബുൽ ഖംറ എന്നുണ്ടെങ്കിൽ കള്ളുകുടിയനാണെങ്കിൽ അത് പറയും. അയാൾ മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ അത് പറയും. എന്തിനാ? അയാളെ വ്യക്തിപരമായി ഇടിച്ചു താഴ്ത്താനല്ല, അയാളോട് വ്യക്തിപരമായ വിദ്വേഷം തീർക്കാനുമല്ല. ഈ മനുഷ്യൻ ഉദ്ധരിച്ച ഈ ആശയത്തിൽ നിന്ന് ലോക മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണം. ആ സതുദ്ദേശം കൊണ്ട് മാത്രം എന്തു ചെയ്യും? ആ പരമ്പരയിലുള്ള ആളുകളെ ചികഞ്ഞന്വേഷിച്ച് ഓരോരുത്തരെ കുറിച്ചും ചരിത്രം എഴുതുമ്പോ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നോക്കൂ, ലോകത്തിൽ ലൈബ്രറികൾ പരതി നോക്കൂ. ആ ലൈബ്രറികൾക്കിടയിൽ നിങ്ങൾക്ക് അതാ നൂറുകണക്കിന് വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ കാണാം, കിതാബുകൾ. ആരെഴുതിയതാ? മഹാന്മാരായ മുൻകാല ആലിമീങ്ങൾ എഴുതിയ കിതാബ്. എന്താണ് അതിലൊക്കെ പറയുന്നത്? ഓരോരുത്തരുടെ കുറ്റവും കുറവും മാത്രം പറയാനായ കിതാബ്. എന്നിട്ടൊരു വ്യക്തിയെ കുറിച്ച് പറയും, ഇയാൾ ഇന്ന കാലത്ത് ജീവിച്ചു, അയാളെ പറ്റി പറയും ദജ്ജാലും കസ്സാബ്, അയാൾ പെരുന്നുണയനാണ്, അയാൾ മോശപ്പെട്ടവനാണ്, സ്വീകരിച്ചു പോകരുത്. എന്തിനാ അത്? അയാളെ ഗീബത്ത് പറഞ്ഞതാണോ? ഗീബത്ത് തന്നെയാണ്, പക്ഷേ അത് ഇസ്ലാം അംഗീകരിച്ച ഗീബത്താണ്. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം, ഇസ്ലാം അംഗീകരിച്ചതാണ്. എന്ത്? ഒരാളുടെ ജീവിതം, പാരത്രികമായ ജീവിതത്തെ തകർത്തു കളയുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഈ സമൂഹത്തിന്റെ മുമ്പാകെ അവരുടെ വലാലത്തുകളെ തൊഴിലിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം നമുക്ക് അവരോടുള്ള വ്യക്തിവിരോധം തീർക്കാനാവരുത്. നീയത്താണല്ലോ നോക്കുന്നത്, മനസ്സിലേക്കാണല്ലോ നോക്കുന്നത്. ഒരാളോട് വ്യക്തിപരമായി വിദ്വേഷം തീർക്കാനാവരുത്. ഈ ദീനിനെ ഇയാൾ തകർക്കരുത് എന്ന സതുദ്ദേശത്തോടുകൂടി മാത്രം സമൂഹത്തിന്റെ മുമ്പിൽ അയാളുടെ കുറ്റങ്ങളും കുറവുകളും പറയാം. അത് ഗീബത്തല്ല, കണിശമായി നമ്മൾ മനസ്സിലാക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതാണത്. അതുപോലെ മറ്റൊരു പേര് നോക്കൂ. മറ്റൊരു വേദി എന്താണ്? വിവാഹാന്വേഷണത്തിന്റെ സന്ദർഭമാണ്. ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മകളെ ഒരാൾ വന്ന് വിവാഹം അന്വേഷിക്കുകയാണ്. വിവാഹം അന്വേഷിക്കുമ്പോൾ ആ ചെറുക്കനെ കുറിച്ച് നിങ്ങൾക്ക് വിവരം വേണ്ടേ, അറിയണ്ടേ? എങ്കിൽ നിങ്ങളത് ആ അടുത്ത വീട്ടുകാരനോട് ആ ചെറുക്കനെ കുറിച്ച് ചോദിക്കുകയാണ്. എങ്കിൽ ആ അടുത്ത വീട്ടുകാരന് ഈ ചെറുക്കനെ കുറിച്ച് വിവരമുണ്ടെങ്കിൽ അയാൾ മൂടിവെക്കാൻ പാടില്ല. അവൻ മദ്യപാനിയാണോ? ഇയാളോട് പറയണം, ഈ കുട്ടി മദ്യപിക്കുന്നവനാണ്, ഈ കുട്ടി വ്യഭിചാരിയാണ്, ഈ കുട്ടി മോശക്കാരനാണ്. എന്തിനാണ് പറയുന്നത്? ആ കുട്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല. ഇയാളെ മകൾ രക്ഷപ്പെടണം, ഒരാളുടെ ജീവിതം രക്ഷപ്പെടണം. അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ പറയേണ്ടത് തുറന്നു പറയാൻ ഇസ്ലാം പറയുന്നു. കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ ഖാദിയുടെ മുമ്പാകെ മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയേണ്ടി വരില്ലേ? ഞാൻ ഒരാളെ കുറിച്ച് പരാതി ബോധിപ്പിക്കാൻ ചെന്നാൽ അയാൾക്ക് ഇഷ്ടമുള്ളത് ആ ഖാദിയോട് പറയാ. ഞാൻ പറയുന്ന കേസിൽ പറയുന്ന വാചകങ്ങൾ വാദിക്കോ പ്രതിക്കോ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ സത്യസന്ധമായ നിലക്ക് എനിക്ക് നീതി കിട്ടാൻ അയാളിലുള്ളത് ജഡ്ജിയുടെ മുമ്പാകെ, ഖാദിയുടെ മുമ്പാകെ പറയൽ ഗീബത്തിൽ പെടുന്നതാണെങ്കിലും പക്ഷേ അത് അല്ലാഹു അനുവദിച്ച സംഗതിയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയരുത് എന്നല്ലേ നിങ്ങളൊക്കെ പറയാറുള്ളത്? പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രഭാഷണങ്ങളിലൊക്കെ പലരെക്കുറിച്ചും അയാൾ പെരും നുണ പറയുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ വലാലത്തിലേക്ക് ക്ഷണിക്കുന്നയാളാണ് എന്നൊക്കെ പറയുന്നത് ഗീബത്താവില്ലേ? നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എന്തായി ഇങ്ങനെ വേറെ വേറെ പോകുന്നത് എന്ന്
സംശയിക്കണ്ട എന്ന നിലക്ക് വളരെ കൃത്യമായി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആയിരക്കണക്കിന് വ്യക്തികളെ കുറിച്ചാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമിയങ്ങൾ അവരുടെ കുറ്റങ്ങളും കുറവുകളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? വ്യക്തിപരമായ വിദ്വേഷം തീർക്കാനല്ല, ആദർശ സമൂഹത്തിൽ കളങ്കമുണ്ടാക്കുന്നവരെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ നയം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, എപ്പോഴും നാം ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹ് അനുവദിച്ചതാണോ അനുവദിക്കപ്പെടാത്തതാണോ നന്നായി ചിന്തിച്ചോളണം, ആലോചിച്ചോളണം. വളരെ ഗൗരവത്തോടുകൂടി നാം എപ്പോഴും നമ്മുടെ ഓരോ വാക്കുകളും സൂക്ഷിക്കുക, നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കുക. സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള കരുത്ത് പകരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് കൊണ്ട് ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, തിന്മയിൽ നിന്നവരെ തടയുക. വലിയ പ്രതിഫലമാണ് നമുക്കത് ഉണ്ടാകുന്നത്. ഏതൊരു വാക്കാണ് എത്ര വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് അറിയാനാവില്ല. ഏതൊരു വാക്ക് എത്ര ദുഷിച്ച സ്വാധീനമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക നമുക്ക് പകരാനും അറിയാനുമാവില്ല. എല്ലാം ഗൗരവത്തോടെ ആലോചിച്ച് റബ്ബിൽ തവക്കുലാക്കി അവന്റെ പ്രീതി മാത്രം മോഹിച്ചുകൊണ്ട് എല്ലാം കൈകാര്യം ചെയ്യുക. സർവശക്തനായ നാഥന്റെ തുണയുണ്ടാകും, അവന്റെ കാവലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, സിക്റുകൾ വർദ്ധിപ്പിക്കുക. ഈ നാവുകൾ എപ്പോഴും സിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും കൊണ്ട് കഴിയുന്നത്ര നാം എപ്പോഴും ഇങ്ങനെ സജീവമാക്കിക്കൊണ്ടിരിക്കുക. എങ്കിൽ നമ്മുടെ അന്ത്യസമയത്തും മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി തീർന്നാൽ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുന്നതാണ്. അങ്ങനെ മൊഴിയാനും പറയാനും ഒക്കെ നമുക്ക് സാധ്യമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നല്ലത് മാത്രം പറയുക, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം പറയുക, ഇഷ്ടമില്ലാത്തതിൽ നിന്ന് വിട്ടു നിൽക്കുക. സർവശക്തനായ നാഥൻ നമുക്കേവർക്കും അതിന് കരുത്തു പകരുമാറാകട്ടെ. നമുക്ക് അല്ലാഹു അനുവദിച്ചു തരുന്ന നമ്മുടെ സമയങ്ങൾ അല്ലാഹുവിന് പൊരുത്തമുള്ളതിലേക്ക് മാത്രം വിനിയോഗിക്കുവാൻ, ഈ നാവ് അവന് ഉപയോഗപ്പെടുത്തുമ്പോൾ ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്തുവാൻ എല്ലാവിധത്തിലുള്ള കാവലും സുരക്ഷിതത്വവും സർവശക്തനായ നാഥൻ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. എത്രയോ രോഗികൾ ഹോസ്പിറ്റലുകളിലുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററുകളിലുണ്ട്, അതുപോലെ തന്നെ പല മാരകമായ രോഗങ്ങൾക്കും അടിമപ്പെട്ട സഹോദരങ്ങളുണ്ട്. നാഥ, നീ എല്ലാവർക്കും ശിഫ നൽകണമേ നാഥ, എല്ലാവർക്കും നീ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷമാക്കി കൊടുക്കണേ നാഥ, സ്വർഗത്തോപ്പാക്കി മാറ്റണേ നാഥ. ഒരു വിധത്തിലുമുള്ള ശിക്ഷകൾ അവർക്ക് നൽകാതെ നീ അവരെ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضى. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.